ഇന്ന് നമ്മളെ ബബ്ലുബായിന്റെ കല്യാണമാണ്. നോർത്തിലെ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ കോമഡിയാണ്. ശരിക്കും ഇവിടുത്തെ ഒരു കല്യാണം കൂടുമ്പോഴാണ് നമ്മളെ നാട്ടിലത്തെ കല്യാണം നമ്മുടെ നാട്ടിലത്തെ പരിപാടിക്ക് എത്രത്തോളം മെച്ചപ്പെട്ടാന്ന് മനസ്സിലാവുക. അവിടുത്തെ ഗ്രാമത്തിലെ ഒരു കല്യാണം അതുപോലെ തന്നെ ടൗൺ ഏരിയത്തെ കല്യാണം തമ്മിൽ വലിയ മാറ്റം ഉണ്ടാവും. ഈ പേരാണ് കല്യാണ ചിക്കനെ കണ്ടില്ലേ, ഫുൾ പണിയെടുക്കണേ. ഇതാണ് വല്ല വീടിന്റെ കോലം കണ്ടില്ലേ. ഒരു കല്യാണം ആകുമ്പോൾ അത്രക്കം മതി, പന്തലില്ല ഒന്നുമില്ല, ഒക്കെ വീട്ടിന്റെ ഉള്ളിലാണ്. വീട്ടിന്റെ പണി പോലും ഫുള്ള് കഴിയണ്ട. നമ്മളെ നാട്ടിലൊക്കെ ആലോചിച്ച് നോക്കി എന്തൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുക. പക്ഷെ അവിടെ അതൊക്കെ മതി കേട്ടോ. ഇവൽക്കൊന്ന് കയറി കടന്നാൽ മതി. പിന്നെ ഇതിലേക്കുള്ള സാധനങ്ങൾ ഫുള്ള് പെണ്ണിന്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരിക. ഇവിടുത്തെ പരിപാടി നാളെ ഇവിടുന്ന് ചെക്കൻ്റെ കൂടെ എല്ലാവരും പെണ്ണിന്റെ വീട്ടിലേക്ക് പോവുക. അതാണ് ഇവിടുത്തെ പരിപാടി കേട്ടോ. ഫുഡ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലത്തെ മാതിരി മന്തി, അൽഫാം, നെയ്ച്ചോറ്, ബിരിയാണി, കപ്സാൻ തുടങ്ങിയിട്ട് പൊരിച്ചതും കരിച്ചതും മീൻ അങ്ങനത്തെ യാതൊരു സാധനം ഉണ്ടാവില്ല കേട്ടോ. റൊട്ടി, കുറുമ, ചെറുത് അതാണ് ഉണ്ടാവുക. പിന്നെ ബിരിയാണി ഉണ്ടാവും ചിലയിടത്തൊക്കെ. പെണ്ണിന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ബിരിയാണി ഉണ്ടായി കേട്ടോ. റൊട്ടിയും കുറുമയാണ് വലിയ മെയിൻ സംഭവം. നല്ല രസമാണ് അങ്ങനെ കാണാൻ. ഒരു ഭാഗത്ത് റൊട്ടി കുഴച്ച് സെറ്റാക്കുന്നുണ്ടാവും, നേരെ പുറത്ത് കുറുമ സെറ്റാക്കുന്നുണ്ടാവും. അതൊക്കെ കുറുമൊക്കെ കുറച്ചിട്ട് വെക്കുക. പിന്നെ അപ്പുറത്തെ വേറെ ചെമ്പിൽ വേറെ ആക്കി വെച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ ചൂട് കൊടുക്കാൻ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യല്. റൊട്ടിയൊക്കെ കണ്ടില്ലേ, നല്ല ചൂട് കൊടുക്കാൻ സാധനം കിട്ടും. ഇതാണ് നമ്മളെ നേതാജിന്റെ മോന്റെ കല്യാണം. നേതാജി കാര്യങ്ങളൊക്കെ ഒന്ന് വീക്ഷിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, അതാണ് ചെക്കൻ നമ്മളെ ബബ്ലുബായി. മൂപ്പര കല്യാണമാണ്. ഇവിടെ പിന്നെ ഫേഷ്യൽ അങ്ങനത്തെ യാതൊരു സാധനം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതൊന്നും പ്രശ്നമല്ല കേട്ടോ. ഫുൾ പണിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല ഫേഷ്യൽ ചെയ്ത് 2 ദിവസം ചെക്കന്മാരൊന്നും പണിയെടുക്കാറൊക്കെ നിൽക്കില്ലേ വേർക്കെന്ന് പറഞ്ഞിട്ട്. അവിടെ പിന്നെ ആ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനത്തെ രാത്രി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നത് വീട്ടിൻ്റെ ഉള്ളിലാണ്. കുറച്ച് ടേബിൾ ഇട്ടേക്കാണ്. പിന്നെ ആൾക്കാരെ കീർത്തി കണ്ടില്ലേ, നല്ല റൊട്ടി, കുറുമ, ചെറുത. നല്ല രസമാട്ടോ അവിടുത്തെ റൊട്ടിയും കുറുമയും ചെറുതൊക്കെ. പ്രത്യേകിച്ച് ഈ കല്യാണ പരിപാടിന്റെ കുറുമ എന്ന് പറഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നല്ല രസമുണ്ടോ അങ്ങനെ റൊട്ടിയും കുറുമയും തിന്നാൻ. ചെറിയൊരു പ്രശ്നമുണ്ട്, കഴിച്ച് കഴിഞ്ഞാൽ നേരെ വേസ്റ്റ് നേരെ ടേബിളിൻ്റെ ഇടയിലേക്ക് കാട്ടുക. അതാണ് അവിടുത്തെ ഒരു മെയിൻ പ്രശ്നം. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലത്തെ പരിപാടിയൊക്കെ എത്രത്തോളം മെച്ചപ്പെട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ. സാധാരണഗതിയിൽ നോർത്തത്തെ ഒരു കല്യാണ പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഗ്രാമത്തിലൊക്കെ ഇനിയിപ്പോൾ വലിയ ടൗണിലേക്ക് പോയുള്ള അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഇപ്പോൾ നാളെ ദിയാപ്പിളിൻ്റെ കൂടെ പോകുന്ന ഒരു രംഗമുണ്ട്. അത് ഇതേറെ കഷ്ടമാണ്. അത് നാളെ കാണാം.